ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് നമ്മുടെ സ്യൂയിങ് മെഷീനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നത് എന്നതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു മെഷീന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷീനാണ് കേട്ടോ. സിംഗറിൻ്റെ സിമ്പിൾ സ്യൂയിങ് മെഷീനാണ്. മോഡൽ നമ്പർ വരുന്നത് 3229 ആണ്. ഈ ഒരു മെഷീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2-3 മാസമായിട്ട് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ബട്ടൻ്റെ ഈ ഒരു വിരമലൊക്കെ നല്ല പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പ്ലഗിലും ഒക്കെ നല്ല പൊടി പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല പോലെ കളറ് ഫെയ്ഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഈ ഒരു മെഷീന് ഞാൻ 10 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ല പോലെ ഇതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ തുടച്ച് നീക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പൊടിയൊക്കെ നന്നായി നീക്കിയതിന് ശേഷം മറ്റൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഞാൻ സാനിറ്റൈസറാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. ജെല്ലായിട്ടുള്ള സാനിറ്റൈസറാണ് കേട്ടോ, ലിക്വിഡൊന്നുമല്ല, ജെല്ലാണ്. അപ്പോൾ നല്ല പോലെ അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ ഒരു മെഷീൻ്റെ വൈറ്റ് ബോഡി പാർട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഈ ഒരു സാനിറ്റൈസർ ആക്കി കൊടുക്കുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ ഒരു വൈറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫെയ്ഡായ സ്ഥലത്തൊക്കെ നമ്മൾ അധികം ഇത് വെച്ച് ചെയ്താൽ നന്നായിട്ട് തന്നെ ആ ഒരു കളറ് അവിടുന്ന് പോയി കിട്ടും. ഇതുപോലെ കുറച്ച് അധികം ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സാനിറ്റൈസർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആ അഴുക്കും അണുക്കളൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് കളർ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇന്നർ പാർട്ടിലേക്കൊന്നും ഇതാവാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നർ പാർട്ടൊക്കെ ഇതിൻ്റെ മെഷീൻ ഓയിൽ വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. ഈ ഒരു വൈറ്റ് ബോഡി പാർട്ട് മാത്രമാണ് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തായിട്ടും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ തുടച്ചാലും തട്ടാത്ത ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അതിന് ഇതുപോലെ ബ്രഷിൽ കുറച്ച് സാനിറ്റൈസർ ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നതെന്ന്. നല്ല വൃത്തിയിലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാക്കി വരുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എത്താത്ത ഇതിൻ്റെ എല്ലാ കോർണർ ഭാഗവും ഞാൻ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ ഒരു മെഷീൻ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ മെഷീൻ പുതുപുത്തനായിട്ട് ഇരിക്കാനൊക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും.
അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഇന്നർ ഭാഗം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ സ്ക്രൂ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതൊരു 3 മാസമായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെയൊക്കെ ഫാബ്രിക്കിൻ്റെയൊക്കെ പൊടിയും കാര്യങ്ങളും നൂലും ഒക്കെയാണ് ഇതിൽ അടഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ്റെ കൂടെ തന്നെ ഒരു കിറ്റ് കിട്ടും. അപ്പോൾ അതിലുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ ഒരു പൊടി ഇതൊക്കെ നീക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ നീക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ ഈ ഒരു മെഷീൻ്റെ ഓയിലാണ് കേട്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ കുറച്ചാക്കിയിട്ട് നന്നായിട്ട് ആ ഒരു ഭാഗമൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ താഴെ ഭാഗത്ത് വരുന്ന ഈ ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അവിടെ ഞാൻ ഇതുപോലെ ബ്രഷിൽ കുറച്ച് സാനിറ്റൈസർ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ.